ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പം എൻ്റെ ഒരു രാവിലത്തെ ദിവസം ഒന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം രാവിലെ നല്ല തീയൊക്കെ നല്ല കത്തുന്നുണ്ട്. അപ്പോൾ ഈ തീ ഇങ്ങനെ കത്തുന്ന കാണുമ്പം ഞാൻ വിചാരിക്കും, ഓ നല്ലതായിട്ട് കത്തുമായിരിക്കുന്നു. പക്ഷേ എവിടെ നിന്ന് അവിടെ നേരത്തെ തീ കത്തിച്ചിട്ടെങ്കിൽ അരിക്ക് വെള്ളം വെക്കാൻ നേരം കുറച്ച് തീ ആവത്തുള്ളൂ. അതുകൊണ്ടാണ് കനലാവാൻ വേണ്ടിയാണ് ഞാൻ തീ ഇങ്ങനെ കത്തിച്ചെടുക്കുന്നത് കേട്ടോ. ആദ്യമുള്ള ഈ കത്തലൊന്നും പിന്നീട് പരിപാടി എന്താ? ഇന്നലെ പാത്രങ്ങൾ കഴിഞ്ഞാൽ ഒരുപാടുണ്ടായിരുന്നു. പാത്രം കഴുകലൊന്നും എന്നെ നടന്നില്ലായിരുന്നു. അത് കാണുമ്പോൾ ഭ്രാന്ത് കയറുന്നുണ്ട് കേട്ടോ. ഇപ്പം എല്ലാം കഴിയാൻ കിടക്കുകയാണ്. അതിൻ്റെ സൈഡിൽ ഞാൻ കുറച്ച് മുളക് ഉണക്കാൻ വെച്ചതാണ്. ആ മുളക് പിന്നീട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആ മുളകേ ഇല്ലായിരുന്നു. ആ മുളക് അവളുടെ അച്ഛൻ എടുത്തുകൊണ്ട് അങ്ങ് പോയി. അതായത് അവളുടെ അച്ഛൻ എടുത്തുകൊണ്ട് അങ്ങ് പോയി. ഇങ്ങനെ കത്തി പിടിക്കുന്നതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ വിറക് നല്ല ഉണക്കല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവം. ക്ലീൻ ആക്കി എടുക്കുകയാണ്. അടുത്ത ഗ്യാസ് കുറച്ച് ലാഭിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടികളാണ്. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുള്ളതുകൊണ്ട് പാത്രം കഴുകാമെന്ന് വിചാരിച്ച് ഇപ്പോൾ കലമൊക്കെ ഞാനിങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലൊരു വൃത്തികെട്ട പരിപാടി വേറെ കാണത്തില്ല അല്ലേ? ഈ പാത്രം കഴുകൽ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ്. എപ്പോഴും ആ സിങ്കിനകത്ത് എപ്പോഴും ഒരു പാത്രമെങ്കിലും കാണാതിരിക്കത്തില്ല. രാത്രി മാത്രം കാണാൻ ആ സിങ്കിൽ ഒറ്റ പാത്രം കാണത്തില്ല. രാത്രി മാത്രം കാണുന്നൊരു ഏർപ്പാടാണിത്. പകൽ മൊത്തം പാത്രമായിരിക്കും അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. അതാണ് ഈ കുഞ്ഞിപ്പനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിത് കൈ എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കട്ടെ. എൻ്റെ തീ അണഞ്ഞു പോയിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ പാത്രം കഴുകി വാഷ് ചെയ്തിട്ടുണ്ട്. ഈ പൈപ്പ് വെള്ളം എന്താണെന്നറിയില്ല, വെള്ളം കുറേശ്ശെയായിട്ടേ വരുന്നുള്ളൂ. അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്. വെള്ളം പിടിച്ച് വെച്ചെങ്കിലും കഴിയും. ആദ്യമൊക്കെ നല്ല കോഴ്സിൽ വെള്ളം വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ എന്താണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം വെള്ളം തിളച്ചിട്ടാണ് അരിയിടുക. അതാണ്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ കളിപ്പാട്ടങ്ങളുണ്ട്, വാരി വലിച്ചൊക്കെ ഇട്ടേക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ച് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. അപ്പം ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നട്ടുച്ചയ്ക്കാണ് ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ട്. അരി ഞാൻ ഊറ്റിയിട്ടിട്ടുണ്ട്. അപ്പം എന്നിട്ട് കുടിക്കാനുള്ള കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നാളെ എല്ലാ ഏരിയ കംപ്ലീറ്റ് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. എങ്കിലും സിങ്കിനകത്ത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി ഒരു പാൻ അതിൽ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാം ക്ലീനാക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ അച്ഛൻ വരുമ്പോൾ എന്നെ വഴക്ക് പറയും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലീനാക്കി ഇട്ടിരിക്കുന്നത്. അപ്പം മീൻകറിയാണ് ഞാൻ വെച്ചത്. വേറെ ഒന്നും വെക്കാനുള്ള ടൈം കിട്ടിയില്ല. പിന്നെ മീൻ കറിയിരിപ്പുണ്ട്, കുറച്ച് ചമ്മന്തി അരച്ചിട്ടുണ്ട്, തോരനും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിനകത്തിരിക്കുകയാണ്. അതൊക്കെ ഇനി എടുത്ത് ഒന്നുകൂടെ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മീൻകറിയാണ് ഞാൻ വെച്ചത്. നമ്മുടെ മീൻകറി താണ്ടേ. ഇനിയിപ്പോൾ മീൻകറി എടുത്ത് ചപ്പാത്തിയും കൂട്ടി അങ്ങ് കഴിക്കാം. അപ്പോൾ ഉച്ചയ്ക്ക് ചപ്പാത്തി കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയത്. വേറെ ആർക്കും എന്നെപ്പോലത്തെ ഈ വൃത്തിയുടെ സ്വഭാവമൊന്നും ഇല്ല കേട്ടോ, എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചപ്പാത്തിയൊക്കെ കൂടി കഴിക്കുമ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണീൻ്റെ അച്ഛൻ വരും. അപ്പോൾ ഫുഡൊക്കെ കൊടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടമായിക്കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതിന് ഫോളോ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ. ഇനി അടുത്ത വെറുപ്പിക്കലുമായി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റ, സീ യു, ബൈ.